കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ദിവംഗതനായ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിയുടെ ഊർജ്ജം വിശുദ്ധ കുർബാനയായിരുന്നുവെന്നും മംഗളവാർത്ത സ്വീകരിച്ച പരിശുദ്ധ മറിയത്തെ പോലെ ദൈവിക പദ്ധതികൾ സ്വീകരിച്ച പുണ്യാത്മാവാണ് അദ്ദേഹമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിയുടെ 4ാം ചരമവാർഷിക ദിനത്തിൽ താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. പരിശുദ്ധ കുർബാനയായിരുന്നു ചിറ്റിലപ്പള്ളി പിതാവിന്റെ പവർ ഹൗസ്. സഭ ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ചിറ്റിലപ്പള്ളി പിതാവ് കല്യാൺ രൂപതയ്ക്ക് നൽകിയ ഊർജ്ജം ശ്രദ്ധേയമാണ്. മറിയം ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെയാണ് ചിറ്റിലപ്പള്ളി പിതാവ് കല്യാൺ രൂപതയെ സ്വീകരിച്ചതെന്നും അതിനാൽ തന്നെ ഇന്ന് സീറോ മലബാർ സഭയിലെ മികച്ച രൂപതകളിൽ ഒന്നാണ് കല്യാൺ രൂപത എന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വെറ്റിലപ്പാറ സെയിന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ ഇടവക രൂപീകരണത്തിന് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. 1 വർഷം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിൽ സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ, അൽബേനിയ കാത്തലിക് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഫാദർ ബിനു പീഡിയേക്കൽ, വികാരി ജനറൽ ഫാദർ എബ്രഹാം വയലിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഒഴിവാക്കണമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇൻഫാം എക്സിക്യൂട്ടീവ് യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നീക്കം മൂലം കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നതിനാൽ കേരള സർക്കാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഇടപെട്ട് കേരളത്തിലെ ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഒഴിവ് നേടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളായി കർഷകർ അധിവസിക്കുന്ന ഈ ഭൂപ്രദേശം EFL പരിധിയിൽ ഉൾപ്പെടുത്തി കർഷകരെ കുടിയിറക്കാനുള്ള നീക്കം അനുചിതവും ജനദ്രോഹപരവുമാണെന്ന് യോഗം വിലയിരുത്തി. ഇൻഫാം കാർഷിക താലൂക്ക് തലങ്ങളിൽ EFL പരിധിയിൽപ്പെടുന്ന കൃഷിയിടങ്ങളിൽ താമസിക്കുന്ന കർഷകർ ഒപ്പിട്ട ഭീമഹർജി MP-മാർക്കും MLA-മാർക്കും നൽകാനും യോഗം തീരുമാനിച്ചു. വിദ്യാർത്ഥികളിൽ അറിവ് പകരുന്നതിലപ്പുറം സ്വഭാവ രൂപീകരണത്തിന് വലിയ പ്രാധാന്യം നൽകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ താമരശ്ശേരി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുവന് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും സംഭവിക്കില്ല, അത് വീണ്ടും നേടാനാകും. ആരോഗ്യം നഷ്ടമായാൽ അല്പം എന്തൊക്കെയോ നഷ്ടമാകും, എന്നാൽ സ്വഭാവം നഷ്ടമായാൽ സർവ്വതും നഷ്ടമാകും. അൽഫോൻസ സ്കൂൾ അക്കാദമിക നിലവാരത്തിനപ്പുറം സ്വഭാവ രൂപീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മാർ തട്ടിൽ പറഞ്ഞു. ദൈവത്തിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്ന മാധുര്യമുള്ള ചങ്ങലയാണ് പരിശുദ്ധ ജപമാലയെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. നമുക്ക് കരുത്ത് നൽകുന്ന ദൈവിക ദാനമാണ് ജപമാല. ജപമാലയെ മുറുകെ പിടിച്ചവരാരും ഇന്നേ വരെ നശിച്ചു പോയിട്ടില്ലെന്നും മാർ മാത്യു അറയ്ക്കൽ കൂട്ടിച്ചേർത്തു. തൃക്കാക്കര തോപ്പിൽ മേരി ക്വീൻ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ കൊടിയേറ്റി. വികാരി ഫാദർ സൈമൺ പള്ളുപേട്ട, റെസിഡന്റ് പ്രീസ്റ്റ് ഫാദർ സെലസ്റ്റിൻ ഇഞ്ചക്കൽ, ഫാദർ പിന്റോ പുന്നക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വിശുദ്ധ കുർബാനയിൽ മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിലെ 8 നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി മരിയൻ തീർത്ഥാടന പദയാത്ര അടിമാലിയിൽ നിന്ന് ആരംഭിച്ചു. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. അടിമാലി സെയിന്റ് ജൂഡ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര കല്ലാർകുട്ടി, വെള്ളത്തൂവൽ, പന്നിയാർകുട്ടി വഴി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ എത്തിച്ചേരും. ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള 20ാമത് മരിയൻ തീർത്ഥാടനം നാളെ നടക്കും. കിഴക്കൻ മേഖലയിൽ നിന്നും വല്ലാർപാടത്തേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ അങ്കണത്തിൽ വൈകുന്നേരം 3-ന് വരാപ്പുഴ അതിരൂപത സഹായമിത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ നിർവഹിക്കും. വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള ആശീർവദിച്ച പതാക അതിരൂപതയിലെ അൽമായ നേതാക്കൾക്ക് ബിഷപ്പ് കൈമാറും. വയനാട്, വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലകളിൽ കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തന ഏകോപനത്തിനായി കൽപ്പറ്റയിൽ സഭയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്തി സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭവന നിർമ്മാണം ആസൂത്രണം ചെയ്യുമ്പോൾ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ആവശ്യങ്ങളും അവരുടെ ഉപജീവന ശേഷികളും പരിഗണിച്ചായിരിക്കണം അവ നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ സംസ്കാരത്തെ കൂടുതൽ ജനകീയമാക്കാൻ പ്രയത്നിച്ച മിഷണറി ആയിരുന്നു വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണദീൻ ബച്ചിനെല്ലി എന്ന് ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ. ആർച്ച് ബിഷപ്പ് ബച്ചിനെല്ലിയുടെ 156ാമത് ചരമവാർഷിക അനുസ്മരണ ഉദ്ഘാടനവും ഛായാചിത്ര പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു ബിഷപ്പ്. കോട്ടയം അതിരൂപതയുടെ ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംരംഭകത്വ വികസന പരിശീലനം സംഘടിപ്പിച്ചു. വീട്ടമ്മമാരായി മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീകൾക്ക് കരകൗശല നിർമ്മാണ പരിശീലനം നൽകി ചെറുകിട സംരംഭകരാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാർഷിക മേഖല, വ്യവസായിക മേഖല, ടൂറിസം മേഖല എന്നീ മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആലീസ് വർഗീസ് നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് അധ്യക്ഷനായിരുന്നു. സെന്റ് മേരീസ് ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഭവനങ്ങളുടെ വെഞ്ചരിപ്പ് ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിർവഹിച്ചു. മരിയൻ ഗാർഡൻസ് എന്നാണ് ഭവനങ്ങൾക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. പരിപാടികൾക്ക് വികാരി ഫ്രാൻസിസ് പുല്ലുക്കാട്ട്, കൈക്കാരന്മാരായ ഷാജി ഫിലിപ്പ് കയ്യാലകം, പ്രിൻസ് കരിയിലാക്കുഴി, സാബു കോട്ടയിൽ, ജോയൽ കാട്ടടി, ബിനു മുണ്ടകത്തിൽ, ഡോക്ടർ റൂബിൽ രാജ് എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ ഫൊറോന മതാധ്യാപക സെമിനാർ സെയിന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ഫൊറോനയുടെ കീഴിലുള്ള 8 ഇടവകകളിൽ നിന്നുള്ള മതാധ്യാപകരാണ് ഒരു ദിവസത്തെ പരിശീലന പരിപാടിക്കായി ഒത്തുകൂടിയത്. കണ്ണൂർ ഫൊറോന വികാരി റവറൻ ഡോക്ടർ ജോയി പൈനാടത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന മതബോധന ഡയറക്ടർ ഫാദർ മാർട്ടിൻ രായപ്പൻ അധ്യക്ഷത വഹിച്ചു. ഫൊറോന സെക്രട്ടറി രതീഷ് ആന്റണി, മതബോധന പ്രധാന അധ്യാപകരായ വർഗീസ് മാളിയേക്കൽ, സിസ്റ്റർ റോസ്ലിൻ പോൾ ജോൺ, അനീഷ ബോബൻ, ജെൻസൺ ജെയിംസ്, സിസ്റ്റർ എൽസി, ഹിമ അമ്പിളി എന്നിവർ പ്രസംഗിച്ചു. കൊല്ലം രൂപതയിൽ നിന്നുള്ള ഫാദർ ബിന്നി മേരി ദാസ്, ഫാദർ ലിൻഡോ എസ് ജെ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മലങ്കര യാക്കോബായ സുറിയാനി സഭാ മെത്രാപ്പോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസിന് പൂതംകുറ്റി സെയിന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോൺ പോൾ അധ്യക്ഷത വഹിച്ചു. ഇടവകയുടെ ഉപഹാരം ഭാരവാഹികൾ സമർപ്പിച്ചു. സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ ശുശ്രൂഷ നടന്നു. കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയോസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ 3-ൽ കുർബാനയോടെ ആരംഭിച്ച് ഉച്ചനമസ്കാരത്തോടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ഭാവയുടെ സാന്നിധ്യത്തിലായിരുന്നു നട തുറക്കൽ ശുശ്രൂഷ. കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹയിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ശുശ്രൂഷ. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.